പാല എന്നാൽ മാണിസാറാണ്, മാണിസാർ എന്നാൽ പാലയുമാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അത് സത്യവുമാണ്. ഇതുപോലൊരു മണ്ഡലം ഉണ്ടാവില്ല. ആ മണ്ഡലം ഉണ്ടാകുന്ന കാലം തൊട്ട് 1965 തൊട്ട് തുടർച്ചയായിട്ട് മണ്ഡലം ഉണ്ടാകുന്നത് തന്നെ മാണിസാറിന് വേണ്ടിയിട്ടാണ്. അത് ഉണ്ടായിട്ട് തുടർച്ചയായിട്ട് 13 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു വന്ന ഒരാൾ, മരണം വരെ ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാൾ ആണ് മാണിസാർ. 13 തവണ ബജറ്റും അവതരിപ്പിച്ചോളാം. 13 തവണയും ബജറ്റ് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ആയിരുന്നു അല്ലേ? മാത്രമല്ല, പാലാ ജയിക്കണമെങ്കിൽ പാർട്ടി അറിയണം, പള്ളി അറിയണം, ചരിത്രം അറിയണം. തീർച്ചയായിട്ടും എല്ലാം കൂടെ അറിഞ്ഞാൽ സാധാരണ മണ്ഡലം പോലെ അല്ല. അതുപോലെ വേറൊരു പ്രധാന കാര്യം, പാലാ നാരായണൻ നായർ അവിടെ ജനിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലല്ല പാല അറിയപ്പെടുന്നത്, മാണിയുടെ പേരിലാണ്. മാത്രമല്ല, ഒരു യാദൃച്ഛികമാണെന്ന് തോന്നാം, മാണി എന്ന് പേരുള്ള ആള് മാത്രമേ അവിടെ നിന്ന് ജയിക്കുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. സാക്ഷാൽ കെ എം മാണി മാറിയപ്പോ 13 തവണ അദ്ദേഹത്തെ ജയിപ്പിച്ച മണ്ഡലം മറ്റൊരു മാണിയാണ് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന് മാണി സി കാപ്പനാണെന്ന് പേരേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കെ എം മാണി നേരിട്ട ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, മാണി ഉണ്ടാക്കി വെച്ച സകലമാന സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഏതാണ്ട് പതനത്തിലേക്ക്. ഒരു കാര്യം കൂടി പറയാം, പാല മാണിസാർ എന്നുള്ള പേരിലല്ല ഇവിടെ അറിയപ്പെട്ടിരുന്നത്, പാലയിലെ മാണിക്യം. കറക്റ്റാണ്, പാലയിലെ മാണിക്യം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.